ഇത് പണ്ഡിതരത്നം KP നാരായണ പിഷാരോടി. നമ്മുടെ കാലഘട്ടം കണ്ട അഭിഗമ്യനായ ആചാര്യൻ എന്ന് പ്രസിദ്ധ സാഹിത്യ നിരൂപകനായ ശ്രീ KP ശങ്കരൻ മാസ്റ്റർ രേഖപ്പെടുത്തിയ കൂടിയാട്ടമെന്ന കലാരൂപത്തിൻ്റെ നവോത്ഥാനത്തിന് നേതൃസ്ഥാനത്ത് തന്നെ നിലകൊണ്ട കലാഗവേഷകനായ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിന് സർവസമ്മതമായ മലയാള പരിഭാഷ നിർവഹിച്ച ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരിച്ച നാരായണീയത്തിൻ്റെ പണ്ഡിതശ്രേഷ്ഠരായ വനമാല വ്യാഖ്യാതാക്കളിൽ ഒരാളായ സംസ്കൃത മലയാള ഭാഷകളിൽ സമാനവും നിസ്തുലവുമായ അവഗാഹം നേടിയ ഈ പണ്ഡിതാഗ്രേസരന്റെ പാദങ്ങളിൽ ഞങ്ങൾ ഈ നാരായണീയം കൈകുട്ടിക്കളി സമർപ്പിക്കുന്നു. പാണ്ഡിത്യത്തിൻ്റെ ഗരിമയോടൊപ്പം വിനയമൃദുലവും ലളിതമധുരവുമായ ജീവിതം നയിച്ച അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ഞങ്ങളുടെ വിനീത പ്രണാമം. ഞങ്ങള് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നാരായണീയം എന്നുള്ള ആ വാക്ക് വളരെയധികം കേട്ടിട്ടുള്ളതാണ്. സാധാരണ അച്ഛൻ നാരായണീയ ദിനത്തിന് സമ്പൂർണ്ണ പാരായണം നടത്താറുണ്ട് ഗുരുവായൂർ. അപ്പൊ അല്ലെങ്കിലും എന്നും ഒരു നാരായണീയ പാരായണത്തിന്റെ വർത്തമാനം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ നാരായണീയ എന്നുള്ള വാക്ക് ധാരാളം കേട്ടിട്ടുണ്ട്. പിന്നെ അച്ഛൻ ഞങ്ങളെയൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ചില ദശകങ്ങളൊക്കെ പഠിപ്പിച്ച് അതിന്റെ സാമാന്യമായിട്ടുള്ള ഒരു അർത്ഥം, ഒരു കഥ അല്ലേ, കഥാരൂപത്തിൽ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ഭാഗവതം എന്നുള്ളത് അന്ന് ഞങ്ങൾ അത്ര കേട്ടിട്ടില്ല. ഈ ശങ്കരകുമാര അമ്പലത്തില് ആദ്യമായിട്ട് വെളിഞ്ഞിലിന്റെ ഒരു സപ്താഹം ഉണ്ടായി. അന്നാണ് അത് ആ ഭാഗവതമായിട്ട് നമുക്കൊരു ചെറിയ പരിചയം വന്നത്. പിന്നെ നമ്മൾ ഈ തിരുവാതിരക്കളി ഗ്രൂപ്പ് തുടങ്ങിയപ്പോ നമ്മൾ ആദ്യം സാധാരണ കളിക്കുന്ന എല്ലാവരും കളിക്കുന്ന അതൊക്കെയാണ് കളിച്ചിരുന്നത്. പിന്നീട് നമുക്ക് ഈ നാരായണീയം ഒന്ന് കളിച്ചാലോ എന്ന് തോന്നി. അപ്പൊ അങ്ങനെ ഞങ്ങള് നാരായണീയം ഒരുവിധം സംഗീതം കൊടുത്ത് ചുവടുകള് ഒക്കെ വെച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്തു, പരിശീലിച്ചു. അപ്പൊ അങ്ങനെ ഈ നാരായണീയം എന്നുള്ളത് കുട്ടിക്കാലത്ത് തന്നെ കേട്ടതുകൊണ്ട് അതിലെ ആ വാക്കുകളും ഇതൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് പരിചയമുള്ളതുകൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് പറയാം. പാട്ടൊക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. എങ്കിലും അതുകൊണ്ട് ആ അച്ഛൻ്റെ ആ സ്മരണയ്ക്ക് മുമ്പിലാണ് ഞങ്ങൾ ഈ തിരുവാതിരക്കളി സമർപ്പിക്കുന്നത്. നാരായണീയമായിട്ട് എനിക്ക് വലിയൊരു ഹൃദയബന്ധം തന്നെയാണുള്ളത്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും എൻ്റെ അമ്മൂമ്മയുടെ കയ്യിൽ ഒരേ ഒരു പുസ്തകം ഉണ്ടായിരുന്നുള്ളൂ, നാരായണീയം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും എന്ത് വിഷമം വന്നാലും ആദ്യം എടുക്കുന്ന പുസ്തകം നാരായണീയമാണ്. അത് വെറും ഒരു ഗ്രന്ഥം മാത്രമല്ല, ഞങ്ങൾക്ക് അതൊരു ആശ്രയമാണ്. സരസ്വതി ടീച്ചറുമായിട്ടുള്ള ബന്ധവും അങ്ങനെ തന്നെയാണ്. രണ്ട് മുഖങ്ങളാണ് എനിക്ക് നാരായണീയം എടുക്കുമ്പോൾ ഓർമ്മ വരിക. ഒന്ന് ടീച്ചറുടെയും ഒന്ന് എൻ്റെ അമ്മൂമ്മയുടെയും. 5ാം ക്ലാസ് മുതൽ ഉള്ള ബന്ധമാണ് ടീച്ചറുമായിട്ട്. അതിപ്പോഴും തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു, കൂടുതൽ ദൃഢമായി തന്നെ. എൻ്റെ വിവാഹത്തിന് ടീച്ചർ തന്ന സമ്മാനവും ഒരു നാരായണീയം പുസ്തകമാണ്. പിന്നീട് നാരായണീയം കൈകൊട്ടിക്കളിയായിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത്യധികം സന്തോഷമായി. കാരണം ഇനി പുതിയ തലങ്ങളിൽ നാരായണീയം ആസ്വദിക്കാലോ എന്ന് വിചാരിച്ച്. അതുവരെ നാരായണീയം ശ്ലോകം നോക്കുക, അർത്ഥം നോക്കുക, അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അത് വെച്ച് പാടാലോ, നാരായണീയം ആടാലോ എന്നൊക്കെയുള്ള സന്തോഷം. ചെറിയ ആശങ്കകളും ഉണ്ടായിരുന്നു. കാരണം ഇത്ര വലിയൊരു മഹത് ഗ്രന്ഥം എങ്ങനെ നമ്മൾ ട്യൂൺ ചെയ്യും, എങ്ങനെ നമ്മൾ സ്റ്റെപ്സ് എടുക്കും എന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈശ്വരൻ സ്റ്റെപ്പുകളുടെ രൂപത്തിൽ ഭാഗ്യചേച്ചി അനസ്യൂതം അനുഗ്രഹിക്കുകയായിരുന്നു. നിർബാധം സ്റ്റെപ്പുകൾ ഇങ്ങനെ വരികയായിരുന്നു എന്ന് പറയാം ഭാഗ്യചേച്ചിക്ക്. കാരണം 10 ദശകങ്ങളിൽ ഉള്ള സ്റ്റെപ്പുകൾ 100ഓളം സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടാവും. അതിൽ ഒന്നുപോലും ആവർത്തിക്കാതെയാണ് എടുത്തത്. ഒരു കഥകളി ആർട്ടിസ്റ്റായിട്ടുള്ള ഭാഗ്യചേച്ചി ആദ്യം ഇത് എത്രത്തോളം നന്നാവും, എനിക്ക് തിരുവാതിരക്കളി അത്രയൊന്നും അറിയില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഞങ്ങൾ അതിന്റെ ആധികാരികതയെ പറ്റി ഒന്നും ചിന്തിച്ചില്ല. നാരായണീയം എടുക്കുക എന്നുള്ള ഒരു ആവേശമായിരുന്നു. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാല് ടീച്ചർ ഇടയ്ക്ക് ട്യൂൺ ചെയ്യാനായിട്ട്
ശ്ലോകങ്ങൾ ട്യൂൺ ചെയ്യാനായിട്ട് വിളിക്കുമ്പോൾ എനിക്ക് അവരെ വന്ന് സഹായിക്കാൻ പറ്റാറുണ്ട്. എനിക്ക് അതുവരെ ഞാൻ ചെയ്യാത്തൊരു കാര്യം, ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ പറ്റി എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ ഒരു സന്തോഷമാണ്. അങ്ങനെ എല്ലാ രീതിയിലും നാരായണീയത്തിലെ അവസാനത്തെ ദശകത്തിലുള്ള ശ്ലോകം പോലെ ദേധാ നാരായണീയം ശ്രുതിശുചിജനുഷ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം പോലെ തന്നെ അത്രയ്ക്കും അത് അന്വർത്ഥാവുകയാണ് ഇവിടെ. കാരണം ഇത് മഹാപണ്ഡിതനായ നാരായണ പിഷാരടി മാസ്റ്റർ വീടാണ്. ഈ വീടിന്റെ പേര് തന്നെ നാരായണീയം എന്നാണ്. ഇവിടെ അല്ലാതെ എവിടെയാണ് ഇത് സംഭവിക്കുക? ഏറ്റവും മികച്ച രീതിയിൽ, വേണ്ട രീതിയിൽ തന്നെയാണ് അതുണ്ടായത്. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ നാരായണീയം മലയാളത്തിൽ വ്യാഖ്യാനിച്ചത് നാരായണ പിഷാരടി മാഷാണ്. അദ്ദേഹത്തിന്റെ മക്കൾ അത് പൂർണ്ണ രൂപത്തിൽ ജനകീയമാക്കാൻ തന്നെ ശ്രമിച്ചു എന്ന് തന്നെ പറയാം. അച്ഛന്റെ ദൗത്യം ഇങ്ങനെ ഒരു കൈകൊട്ടിക്കളി രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് കൂടുതൽ അർത്ഥവത്താക്കി എന്ന് വേണം നാം അതിനെ പറയാൻ. ശങ്കരംകുളങ്ങര ഭക്ത മഹിളാ സംഘത്തിന്റെ തിരുവാതിരക്കളി പാട്ടുകൾ പാടാനൊരു അവസരം കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ യാത്രയിലൂടെ സൗഹൃദത്തിന്റെയും പാട്ടിന്റെയും സൗന്ദര്യത്തോടു കൂടി അതിനുപരി നാരായണീയം എനിക്ക് പഠിക്കാനും പാടാനുമുള്ള അവസരം കിട്ടി. പുറം നാട്ടിൽ പഠിച്ച് വളർന്ന എനിക്ക് സംസ്കൃതം ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമായിരുന്നു. എങ്കിലും എൻ്റെ സംഘത്തിന്റെ എന്താ പറയാ ഒരു പ്രോത്സാഹനവും പിന്നെ ഒരു ഹെൽപ്പും കൊണ്ട് എനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യേച്ചിയും സരസ്വതി ടീച്ചറും പിന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സും എല്ലാവരും എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അങ്ങനെ ഞാനത് മനസ്സിലാക്കി, അത് ഞാൻ പഠിച്ചു, അത് പാടാനും പറ്റി. എന്നെ സംബന്ധിച്ചോളം എനിക്കിതൊരു പാട്ട് പാടുക എന്ന് മാത്രമല്ല, ഇതിന്റെ കൂടെ എനിക്കൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആധ്യാത്മികവും പിന്നെ ഒരു സാംസ്കാരികവുമായിട്ടുള്ള അനുഭവമായിരുന്നു. ഈ സംഘത്തിന്റെ കൂടെ എനിക്ക് ചേരാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആദ്യം തന്നെ ഞാൻ ഒരു ശ്ലോകം ചൊല്ലി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഗുരുദക്ഷിണയായിട്ടാണ് ഈ ശ്ലോകം. ഗുരുവര കരുണലേശമുണ്ടെന്നു വന്നാൽ അതിനൊരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനഥ ആചാര്യനെ കൈതൊഴുന്നേ. ഞങ്ങളുടെ ഈ യാത്രയില് തിരുവാതിരക്കളി വേദിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അത്യധികം ഭാഗ്യ ചേച്ചിയും ടീച്ചറും ഞങ്ങളുടെ കൂടെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതില് യാതൊരു ലാഭേച്ഛയും കൂടാതെ കൃത്യനിഷ്ഠയോടും അച്ചടക്കത്തോടും കൂടി സ്വന്തം കാര്യങ്ങൾ വരെ മാറ്റിവെച്ചിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നത്. പിന്നെ ഞങ്ങളുടെ കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ തിരുവാതിരക്കളി പഴയ ശൈലിയാണോ എന്ന് ചോദിച്ചാൽ അത്, എന്നാൽ അതിന് കാലത്തിനനുസരിച്ചുള്ള മാറ്റം വരുത്തി പുതിയ ആശയവും വെച്ച് അങ്ങനെയാണ് അത് നാരായണീയം എന്ന കാവ്യം തിരുവാതിരക്കളിയായി രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾക്കെല്ലാവർക്കും ഈ ഗുരുക്കന്മാരുടെ കീഴിൽ ഇക്കാലമത്രയും സഞ്ചരിക്കാൻ സാധിച്ചതിൽ ഏറെ കൃതജ്ഞതയുണ്ട്. തന്നെയുമല്ല, ഇനി എക്കാലവും ഞങ്ങൾക്കെല്ലാവർക്കും ഇവരുടെ കൂടെ തന്നെ ഇനിയും കുറേ ദൂരം സഞ്ചരിക്കാൻ സാധിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ മുതിർന്ന ആളുകളാണെങ്കിലും ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ചെറിയ കുട്ടികളാണ്. ഇവിടെ ഞങ്ങൾക്ക് 3 അമ്മമാരുടെ സ്നേഹവും ലാളനയുമാണ് കിട്ടിയിരുന്നത്. സരസ്വതി ചേച്ചി, നളിനി ചേച്ചി, ഭാഗ്യേച്ചി, ഇവർ 3 പേരും ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹവും ലാളനയും തന്നിരുന്നു. 2009 മുതൽ ഞാനത് അനുഭവിച്ചറിയുന്നതാണ്. ഞങ്ങൾ 100ഓളം സ്റ്റേജുകളിൽ തിരുവാതിരക്കളി അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ വീട് ഞങ്ങൾക്ക് തറവാട് വീട് പോലെയാണ്. ഇവിടെ ഏത് സമയത്തും ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്.
ഓരോ കളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും എൻ്റെ കൂട്ടുകാർ പലരും ചോദിക്കും ആരുടെ അടുത്താണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന്. അപ്പോൾ ഞാൻ അഭിമാനപൂർവ്വം പറയും സംസ്കൃത പണ്ഡിതൻ നാരായണ പിഷാരടി മാഷെ മക്കളാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അത് പറയുമ്പോൾ എനിക്കെന്തോ ഉള്ളിൽ നിന്നൊരു പ്രത്യേക അഹങ്കാരോ അഹന്ത എന്താന്ന് പറയാൻ കിട്ടില്ല, അങ്ങനെയാണ് എനിക്ക് തോന്നാറ്. ഈ പറഞ്ഞ പോലെ സംസ്കൃതം എനിക്കും അറിയില്ല, ഞാൻ മലയാളം എടുത്ത് പഠിച്ചു വന്ന ഒരാളാണ്. നാരായണീയം എന്ന് കേട്ടപ്പോൾ എന്തൊക്കെയോ ഒന്നും ഇങ്ങനെ കേട്ടെന്നല്ലാണ്ട് എനിക്ക് വലിയ പരിചയം പോരാ. പക്ഷെ അത് എല്ലാ സ്റ്റേജുകളിലും കളിക്കാൻ പറ്റി എന്നുള്ള ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നാരായണീയത്തിന്റെ തിരുമുറ്റത്ത് ഒത്തുചേരുന്ന നമ്മുടെ ഈ കലാസൗഹൃദം ഭക്തിയും കലയും ഒരുമിച്ച് ചേർന്ന കലാസൃഷ്ടികൾക്കും ഉപരിയായി മനസ്സിന് ഏറെ സന്തോഷവും ഉന്മേഷവും നൽകുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ നമ്മൾ സന്ദർശിക്കാത്ത നിരവധി പുണ്യക്ഷേത്രങ്ങളിൽ ഇതിലൂടെ നമുക്ക് ദർശിക്കാനും വേദികൾ പങ്കിടാനും സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ നാരായണീയത്തിൻ്റെ വിവിധ വേദികളിൽ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു അനുഭവമാണ് അവിടെ പ്രേക്ഷകരിൽ നിന്നുള്ള പ്രതികരണം. നമ്മുടെ ചുവടുകൾക്ക് അനുസൃതമായി അതിനോട് യോജിച്ച് ശ്ലോകങ്ങൾ ചൊല്ലി ആസ്വദിച്ചും ഭക്തി നിർഭരമായി കണ്ണുകൾ നിറയുന്ന അവരുടെ ഒരു പ്രകടനം നമ്മളെ ശരിക്കും ഹൃദ്യമായ ഒരു അനുഭവം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും അത് ഏറെ നമുക്ക് ഊർജം പകരുന്ന ഒരു സംഭവമാണ്, എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഈ ടീമില് ഒരു ഭാഗമായതിനു ശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ഭാഗ്യച്ചി സരസ്വതിയും നാരായണീയം കൈകൊട്ടിക്കളി രൂപത്തില് ചിട്ടപ്പെടുത്തതിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അതുവരെ കളിച്ചു വന്ന ഒരു രീതി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതത്ര എളുപ്പമല്ലാന്ന്. കാരണം എനിക്ക് സംസ്കൃതം അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നാരായണീയത്തിന്റെ അർത്ഥമറിഞ്ഞ് കളിക്കുവാനും വരികൾ മനഃപ്പാഠമാക്കുവാനും എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. സംസ്കൃതം പഠിക്കാത്തതിന്റെ ഒരു വിഷമം എനിക്ക് അപ്പോഴാണ് ശരിക്ക് ഞാൻ അനുഭവിച്ചത്. പിന്നീട് 2025 ഓഗസ്റ്റ് 17-ാം തീയതി ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചു. ചാനലിന്റെ തുടക്കത്തിൽ ഞങ്ങൾക്ക് കുറെ ആശങ്കകൾ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ നല്ലൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഏകദേശം 1 വർഷം തികയാറായ ഈ അവസരത്തില് ചാനൽ ഭംഗിയായി മുന്നോട്ട് പോകുന്നു എന്നതും ഞങ്ങൾ പഠിച്ച 10 ദശകങ്ങളും നാരായണത്തിലെ 10 ദശകങ്ങളും ചാനലിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതും ഈശ്വരാനുഗ്രഹം തന്നെയായിരുന്നു. മാത്രമല്ല ഈ ഞങ്ങൾ ഇതിൽ യൂട്യൂബ് ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോ ദശകങ്ങളുടെയും മുന്നോടിയായിട്ട് അതാത് ദശകങ്ങളിലെ അർത്ഥവും ചുരുക്കിയുള്ള വിവരണങ്ങളും വളരെ ലളിതമായിട്ട് സരസ്വതിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഇത് ആസ്വദിക്കാനും ഒരു ജനകീയമാകാനും നാരായണീയം കൂടുതൽ ജനകീയമാകാനും ഇതുകൊണ്ട് സാധിച്ചു എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ പുതിയ സംരംഭമായ യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ്. ഇത് ഞങ്ങൾ തുടങ്ങിയത് ഞങ്ങളുടെ ഗുരുക്കന്മാരുടെ അറിവും കഴിവും അടുത്ത തലമുറയ്ക്ക് ഒരു സ്വാധീനമാവാനും പ്രചോദനമാവാനും ആകട്ടെ എന്ന് കരുതി തുടങ്ങിയ ഒരു പുതിയ ചുവടുവെപ്പാണ്. ഇതില് ഞങ്ങൾ കളിക്കാനുള്ള ദശകങ്ങൾ തെരഞ്ഞെടുക്കുന്നതും അതിന് യോജിച്ച ഈണം പകരുന്നതും പാട്ട് പാടുന്നതും അതിന് അനുയോജ്യമായ ചുവടുകൾ ചിട്ടപ്പെടുത്തുന്നതും ആ ഓരോ ദശകത്തിനും വേണ്ട രംഗസജ്ജീകരണവും ആഹാരവും സജ്ജീകരിക്കുന്നതും എല്ലാം ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളിൽ ഓരോരുത്തരും ഞങ്ങളെ ഏൽപ്പിച്ച ചുമതലകൾ വൃത്തിയായും കൃത്യമായും ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഈ എല്ലാ കളികളും ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തി ഞങ്ങളുടെ കൂട്ടുകാരി മിനിയെ പറ്റിയാണ്. മിനി ഇതിനു വേണ്ടി എഡിറ്റിംഗ് പോയി പഠിച്ച് ഞങ്ങളുടെ എല്ലാ കളികളും ഭംഗിയായി എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിച്ച വ്യക്തി മിനിയാണ്. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന്റെ തുടക്കം മുതലുള്ളവരിൽ ഒരാളാണ് ഞാൻ.
ഈ യൂട്യൂബ് ചാനലിൽ നാരായണീയം തിരുവാതിരക്കളി ആരംഭിച്ചപ്പോൾ അതിൽ 10 ദശകങ്ങളും കളിക്കാൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ടും ഭാഗ്യേച്ചിയുടെ പ്രോത്സാഹനം കൊണ്ടും ഒന്നുകൊണ്ടും മാത്രമാണ് എനിക്ക് സാധിച്ചത്. തുടർന്നും അതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2013 ഞാൻ ശങ്കരകുളങ്ങര ഭക്ത മഹിളാ സംഘം എന്ന് പറഞ്ഞ ഈ തിരുവാതിരക്കളി ഗ്രൂപ്പിൽ ചേർന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും അത് കംപ്ലീറ്റ് ആയിട്ട് മറക്കും. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യണത് ഇവിടെ. എന്നുവെച്ചാൽ അത്ര അധികം ഞങ്ങൾക്ക് പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. പിന്നെ പറയേണ്ടത് നമ്മുടെ ഓരോ നമ്മുടെ ഡാൻസ് ഇപ്പൊ തിരുവാതിരക്കളുടെ ഓരോന്നും എടുക്കുന്നുണ്ട്. ഭാഗ്യ ചേച്ചിയാണ് കമ്പോസ് ചെയ്യണത്. പക്ഷെ കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാഗ്യ ചേച്ചി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരും വിളിച്ചിട്ട്. പക്ഷെ ഞങ്ങൾ അപ്പോൾ എപ്പോഴെങ്കിലും ചോദിക്കും ഒന്നും വരാൻ പറ്റില്ല കേട്ടോ ഭാഗ്യ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും സാരില്ല നാളെ വന്നോളൂ പഠിപ്പിച്ചു തരാമെന്ന്. ആ ഒരു മനസ്സ് അതാണ് ഞങ്ങളുടെ ഗുരു. ഇപ്പൊ ഭാഗ്യ ചേച്ചി മാത്രമല്ല, സരസ്വതി ടീച്ചറും പിന്നെ ഒപ്പം അവരുടെ വീട്ടുകാരും അതുമാതിരി തന്നെയാണ് എല്ലാവരും. എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം രണ്ടുപേരും വീടിന്റെ ഇടയിലത്തെ ഒരു ഭാഗമാണ്. ആ മുറ്റത്താണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നിർമ്മല പറഞ്ഞ മാതിരി അതാണ് ഞങ്ങളുടെ തറവാട്. ഞങ്ങൾ തറവാട് എന്നാ വിളിക്കുക. അവിടെ ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. രാവിലെ വേണം പ്രാക്ടീസ് ചെയ്യാം, രാത്രി വേണം, ഏത് സമയത്തും ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അത് എന്തുകൊണ്ടാണ്? ഇവർ രണ്ട് വീട്ടുകാരും ഞങ്ങൾക്കുള്ള സമ്മതം തന്നുകൊണ്ടാണ്. അത്രയും നല്ലൊരു മനസ്സാണ് അവർക്ക്. ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് മാത്രമല്ല കേട്ടോ ഞങ്ങൾ ചെയ്യാം, ഞങ്ങളിവിടെ എല്ലാ സെലിബ്രേഷനും ഇവിടെ ചെയ്യും. എന്നുവെച്ചാൽ ഓണം വരികയാണെങ്കിൽ ഓണം സെലിബ്രേഷൻ, ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻ, എന്ത് ഉണ്ടെങ്കിലും ഞങ്ങൾ കൂടുന്നത് ഇവിടെയാണ്. ഞങ്ങളുടെ തറവാട്ടാണ് ഞങ്ങൾ കൂടുക. അതേമാതിരി ഇപ്പൊ യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ ഞങ്ങൾ അവിടെയും കുറച്ച് 2-3 അമ്പലങ്ങളിൽ പോയി ഷൂട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടുതലും ഷൂട്ടിംഗ് ചെയ്തിരിക്കുന്നത് ഞങ്ങള് ഇവിടെ തന്നെയാണ്, നമ്മുടെ തറവാട്ടിൽ തന്നെയാണ് കൂടിയിട്ടുള്ളത്. അതേമാതിരി ഇനി കുറെ ഷൂട്ടിങ്ങും എല്ലാം മുമ്പിലേക്ക് പോകാൻ പറ്റണേന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കളിയെ കുറിച്ചും അതുപോലെ ഗുരുക്കന്മാരെ കുറിച്ചും പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ 10-15 മിനിറ്റിലൊന്നും ഒതുങ്ങുന്നതല്ല. വായിത്തോരാതെ പറയാൻ ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളും അനുഭവങ്ങളും തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 10-12 വർഷമായി ഞാനും ഈ ഗ്രൂപ്പിൽ വന്ന് ചേർന്നിട്ട് എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നത്. ആദ്യമൊക്കെ എനിക്ക് ഈ കളിയെക്കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല. പിന്നെ എൻ്റെ ഗുരുനാഥ ഈ പറഞ്ഞ പോലെ സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെ ശാസിക്കുകയും അതുപോലെ തന്നെ ഞങ്ങളെ പുകഴ്ത്താനുള്ള അവസരം അവർ പാഴാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ എടുത്തു പറയേണ്ട 2 വ്യക്തികളാണ് നന്യാന്റെയും രാജ്യാന്റെയും. അവരും നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ഐക്യം നിലനിർത്താൻ വേണ്ടി നല്ല പരിശ്രമം നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. നാരായണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല. എങ്കിൽ പോലും ഒരു സന്തോഷ വാർത്ത, ഞാൻ പല വേദികളിലും 1 മണിക്കൂറോളം നിർത്താതെ നാരായണീയം കളിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ വളരെയധികം സന്തുഷ്ടയാണ്. പിന്നെ പറയാനുള്ള, ഞാനിപ്പോൾ ഒരു അധ്യാപികയാണ്. എൻ്റെ ഈ അധ്യാപനത്തിലും ഞാനിപ്പോ ഈ വളർന്ന് ഇങ്ങനെ ആയതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് എൻ്റെ കളരിയും അതുപോലെ എൻ്റെ ഗുരുനാഥരുമാണ്. വെറും 4 പേരായിട്ട് തുടങ്ങിയിട്ടുള്ള നമ്മളുടെ ഈ ഗ്രൂപ്പ് ഓരോരുത്തരും വന്നു ചേർന്ന് ഇപ്പോൾ 23-ലധികം പേരായി കഴിഞ്ഞു. ഇത്രയും വളർന്ന് പന്തലിച്ച് നല്ല നല്ല കളികൾ കുറെ ക്ഷേത്രങ്ങളിൽ കാഴ്ചവെച്ചത് എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അത് ഇവരെല്ലാവരുടെയും നിരന്തര പ്രയത്നം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. ഇപ്പോഴും അവര് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും. ഇപ്പൊ നാരായണീയം അവസാനിച്ചു, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂരപ്പൻ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം ക്ഷമിച്ചിട്ട് നമ്മൾ വേണ്ടുവോളം അനുഗ്രഹിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ ഞങ്ങൾ നാരായണീയത്തിന്റെ അവസാന റെക്കോർഡിങ് കഴിഞ്ഞ് യോഗീന്ദ്രാണാം ചൊല്ലി അവസാനിപ്പിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തിയുള്ളൂ. അപ്പോഴേക്കും തീരെ പ്രതീക്ഷിച്ചിട്ടില്ല, അപ്രതീക്ഷിതമായിട്ട് ഗുരുവായൂരത്തെ പാൽപ്പായസം ഭഗവാൻ തന്നെ എന്റെ മരുമകൻ കൃഷ്ണദാസന്റെ കയ്യില് കൊടുത്തയച്ച് എനിക്ക് കിട്ടി എന്നുള്ളതാണ്. അത് വലിയൊരു സന്തോഷമാണ്. അത് ഏറ്റവും വലിയ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമായിട്ടാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്.
ആ ഒരു കാര്യം ഇവരെല്ലാവരുമായിട്ട് പങ്കിടണമെന്ന് എനിക്ക് നല്ല മോഹം ഉണ്ടായിരുന്നു. അതാണ് ഞാനത് പറഞ്ഞത്. ഇനി മംഗളം കളിച്ച് യോഗീന്ദ്രന്മാർക്ക് ഏറ്റവും ഹൃദ്യമായത് മോക്ഷം പ്രാപിച്ചവർക്ക് വാസസ്ഥാനമായതും കൂടാതെ ഭക്തന്മാർക്ക് ആഗ്രഹങ്ങൾ എല്ലാം വളരെ കോരിച്ചൊരിഞ്ഞ് കൊടുത്തുകൊണ്ടുള്ള ഒരു ദേവവൃക്ഷ തളിരായ ഭഗവാന്റെ പാദങ്ങളില് ആ പാദങ്ങളെ എല്ലാ സമയത്തും മനസ്സിൽ വളരെ ഭംഗിയായിട്ട് തെളിഞ്ഞ് വിളങ്ങണമേ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ആ പ്രാർത്ഥനയോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ നാരായണീയം കൈകൊട്ടിക്കളി ഞങ്ങള് സമർപ്പിക്കുകയാണ്. എല്ലാവരും അനുഗ്രഹിക്കണം. गिरिदेवतेति गरुड ध्वजभामिनीति शाकम्भरीति शशिशेखर वल्लभेति सृष्टिस्थिति प्रलयसिद्धिषु संस्थितायै तस्यै नमः त्रिभुवनैकगुरोस्तरुण्यै शुद्ध्यै नमोऽस्तु शुभकर्मफलप्रसूयै प्रत्यै नमोऽस्तु रमणीयगुणाश्रयायै शक्त्यै नमोऽस्तु शतपत्रनिकेतनायै पुष्ट्यै नमोऽस्तु पुरुषोत्तमवल्लभायै पुष्ट्यै नमोऽस्तु पुरुषोत्तमवल्लभायै योगीन्द्राणां त्वदङ्गेष्वधिगतु मधुरम् मुक्तिभाजां निवासो भक्तानां कामवर्ष द्युदरुकिसलयम् नाथते पादमूलम् नित्यम् चित्तस्थितं मे पवनपुरपते कृष्णा कारुण्यसिन्धो कृत्वा विशेषतापान् प्रतिशतु परमानन्द सन्दोहलक्ष्मी प्रतिशतु परमानन्द सन्दोहलक्ष्मी